ഇന്നത്തെ പ്രധാന തീം, ഈ ദിവസത്തെ പ്രധാന തീം എന്താണെന്ന് നോക്കാം. ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം തളർന്നിരിക്കുന്ന, ഒരുപാട് ജോലികൾ ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിച്ച് തളർന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ശാരീരികമായ ഒരു വിശ്രമം വേണം, അല്ലെങ്കിൽ വൈകാരികമായി അല്ലെങ്കിൽ ഒരു മാനസികമായി ഒരു റെസ്റ്റ് വേണ്ട സമയമാണ്. ഇത് കാണുന്ന ആൾക്കാരുടെ എനർജി അനുസരിച്ചിരിക്കും. പലർക്കും ഒരുപാട് ജോലികൾ ചെയ്ത് നിങ്ങൾ വളരെയധികം ശാരീരികമായി തളർന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ശരീരത്തിന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മൾക്ക് എന്ത് കാര്യത്തിനും ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ കഴിയുമെന്ന് പണ്ടുള്ളവർ പറയും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ശരീരത്തിന് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജോലി ചെയ്യും, നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ജോലി ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യും. പക്ഷേ തളർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ ശ്രദ്ധിക്കാൻ ആരും കാണില്ല, നമ്മൾ തന്നെ കാണുള്ളൂ. അത് മനസ്സിലാക്കി ആവശ്യത്തിന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ചിലർക്ക് ഒരുപാട് സ്ട്രെസ്സുള്ള സമയമായിരിക്കും. ഇപ്പോൾ പലർക്കും ജോലിയിലാണെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു രാവിലെ എണീറ്റ് ഒരു 5-10 മിനിറ്റെങ്കിലും നിങ്ങളത് കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ മെഡിറ്റേഷനോ പ്രാണായാമം പോലുള്ള കാര്യങ്ങളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായും ഒരു ഉണർവ് നൽകാൻ വളരെയധികം സഹായിക്കും. അങ്ങനെ റെസ്റ്റ് വേണ്ട സമയമാണ് എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളെ എല്ലാ കാര്യത്തിലും അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന മനസ്സിലാക്കാം. റീചാർജ് ചെയ്യേണ്ട സമയം എന്നൊക്കെ പറയില്ലേ, ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ബഹളം, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെയാണ്, അല്ലെങ്കിൽ വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരുപാട് തിരക്കുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുക, ശാന്തമായിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിനൊരു പ്രയോറിറ്റി കൊടുത്തൊരു 10-15 മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കുക. പറ്റുമെങ്കിൽ രാത്രി സമയത്ത് ബാൽക്കണിയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുന്നത് വളരെയധികം ഹീലിംഗ് എനർജി തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ അത് രാവിലെയോ അല്പം പ്രകൃതിയിൽ നടക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നടക്കാൻ പോവുക. ഇതൊക്കെ റീചാർജ് ചെയ്യാൻ നിങ്ങൾ വളരെയധികം സഹായിക്കും. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് വെറുതെ. അങ്ങനെയല്ല. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും, കൂടുതൽ ഫോക്കസ് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള പ്രത്യേക ടാരോ ഗൈഡൻസ്. വീഡിയോയുടെ അവസാനം അഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അത് പലതവണ നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായിരിക്കും.